മോട്ടോർ വാഹന വകുപ്പിൽ 100ഓളം ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ. വിജിലൻസ് കേസുകൾ നേരിടുന്ന 92 ഉദ്യോഗസ്ഥരാണ് സർവീസിലുള്ളത്. 50 വിജിലൻസ് കേസുകളാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിലുള്ളത്. ആഷി ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. ആഷി ഡിയേഗോ, ഗുഡ് ഈവനിംഗ്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകളുടെ എണ്ണം അങ്ങ് പെരുകുകയാണല്ലോ. ഇതൊക്കെ എത്ര കാലമായുള്ള കേസുകളാണ്? സുജയ്, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അതായത് വർഷങ്ങളായുള്ള കണക്കുകളാണ് വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിൽ ഏതാണ്ട് ഈ അഴിമതി രഹിതമാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നടപ്പിലാക്കിയ ഒരു പദ്ധതി ഒന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. കാരണം വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ചെക്ക് പോസ്റ്റുകൾ വഴി വലിയ തരത്തിലുള്ള അഴിമതി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്താറുണ്ട് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം വിജിലൻസിന്റെ വലിയ തരത്തിലുള്ള പരിശോധന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ നടന്നു എന്നുള്ളതാണ്. പല സബ് ആർ ടി ഒ ഓഫീസുകളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ഉദ്യോഗസ്ഥർ കൈക്കൂലി അടക്കം വാങ്ങുന്നതിന്റെ തെളിവുകൾ ലഭിക്കുകയും കൈക്കൂലി വാങ്ങിയതിന്റെ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഏതാണ്ട് 99-90ഓളം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വിജിലൻസ് കേസ് നേരിടുന്ന ആളുകളാണ്. ഇവരിപ്പോഴും സർവീസിലുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് ആകെ ഏതാണ്ട് 50ഓളം കേസുകളാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായി ഉള്ളത് എന്നുള്ളതാണ് വിവരാവകാശ രേഖ പ്രകാരം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ വലിയ തരത്തിൽ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ എല്ലാം പറഞ്ഞിരുന്നതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് കൈക്കൂലി, അഴിമതി, ഈ രണ്ട് കാര്യങ്ങളിൽ കർശന നടപടികൾ സ്വീകരിക്കും എന്ന് സർക്കാർ പറയുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ, ഏതാണ്ട് 93ഓളം ഉദ്യോഗസ്ഥർ, ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൽ സർവീസിൽ തുടരുന്നത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസുകളുള്ളത്.